എല്ലാവർക്കും നമസ്കാരം. വെർച്വ വൈബ്സ് ദി ലിറ്റിൽ ലാൻഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ മാർച്ച് 19 ബുധനാഴ്ച. നാളത്തെ ഒരു പ്രത്യേകതയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. നാളെ പഞ്ചമിയാണ്. മീനമാസത്തിലെ പഞ്ചമി വരുന്ന ദിവസമാണ്. പഞ്ചമി തിഥിയാണ്. പഞ്ചമി തിഥി ശരിക്ക് ഇന്ന് തുടങ്ങുന്നുണ്ട്. മാർച്ച് 18 രാത്രി 10:09 ആരംഭിച്ചിട്ട് മാർച്ച് 20 പുലർച്ചെ 12:37 AM വരെ ആണ് പഞ്ചമി തിഥി നിൽക്കുന്നത്. പക്ഷേ നമ്മൾ എപ്പോഴും ഒരു തിഥിയിൽ അതിൻ്റെ ആചാരങ്ങൾ എടുക്കുമ്പോൾ എപ്പോഴും സൂര്യോദയം വരുന്നത് അല്ലേ, അങ്ങനെയാണ് തിഥി എടുക്കുക. അപ്പോൾ പഞ്ചമി തിഥി നമ്മൾ ഇന്ന് തുടങ്ങുന്നുണ്ടെങ്കിലും സൂര്യോദയം വരുന്ന ദിവസം വരുന്നത് നാളെ ആയതുകൊണ്ട് തന്നെ നാളെയാണ് നമ്മൾ പഞ്ചമി തിഥിയുടെ ഇമ്പോർട്ടൻസിനനുസരിച്ചിട്ടുള്ള പൂജകളും പ്രാർത്ഥനകളും ഒക്കെ ചെയ്യുക. പഞ്ചമി തിഥി അടിസ്ഥാനമാക്കിയിട്ടുള്ള ഉത്സവങ്ങൾ പൂജകൾ ഒക്കെ ചെയ്യുന്നത് നാളെയാണ്. നാളത്തെ പഞ്ചമിക്ക് നമ്മൾ രംഗപഞ്ചമി എന്നുകൂടി പറയുന്നുണ്ട്. അതായത് ഹോളി കഴിഞ്ഞിട്ട് വരുന്ന പഞ്ചമിക്ക് രംഗപഞ്ചമി എന്ന് പറയും. രംഗം എന്ന് ഉദ്ദേശിച്ചത് കളേഴ്സ് തന്നെയാണ്. അപ്പം ശ്രീകൃഷ്ണനുമായിട്ട് അവിടെ ഒരു ബന്ധപ്പെട്ടിട്ടൊരു കഥയുണ്ട്. അവർ നിറങ്ങൾ വാരി വിതറി ആഘോഷിക്കുന്ന ഒരു ദിവസമായിട്ടാണ്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻസ് വരുന്നത് മീനമാസത്തിലെ ആദ്യത്തെ പഞ്ചമി എന്നുള്ള രീതിയിൽ ദേവിക്ക് ഒരു ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. അതായത് നമ്മുടെ വാരാഹി ദേവി, വർത്താളി ദേവി അവരുടെയൊക്കെ ഒരു ദിവസമാണ് പഞ്ചമി എന്ന് പറയുന്നത്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നാളെ മാർച്ച് 19 ബുധനാഴ്ച സർവത്ര സിദ്ധി യോഗ വരുന്ന ഒരു ദിവസമാണ്. അത് നമ്മൾ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്താണ് സർവത്ര സിദ്ധി യോഗ എന്നും ഈ മാർച്ച് മാസത്തിൽ ഏതൊക്കെ ദിവസങ്ങളിലാണ് സർവത്ര സിദ്ധി യോഗ വരുന്നത് എന്നും എന്തുകൊണ്ടാണ് ഇന്ന ദിവസം ഈ യോഗം വരാനുള്ള കാരണമെന്നും എല്ലാം പറഞ്ഞിട്ട് വിശദാക്കിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. മാർച്ച് 19 രാത്രി 8:50 മുതൽ മാർച്ച് 20 രാവിലെ 6:26 വരെയുള്ള സമയത്താണ് ഈ സർവത്ര സിദ്ധി യോഗ നാളെ ഉള്ളത്. പിന്നെ അതേപോലെ തന്നെ മറ്റൊരു യോഗം കൂടി നാളെ വരുന്നുണ്ട്. ജ്യോതിഷപ്രകാരമുള്ള ഒരു ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു യോഗം വരുന്ന ദിവസമാണ് അമൃതസിദ്ധി യോഗ എന്ന് പറയും. അമൃതസിദ്ധി യോഗ നാളെ രാത്രി ഇതേപോലെ തന്നെ 8:50 മുതൽ മാർച്ച് 20 രാവിലെ 6:26 വരെയുള്ള സമയത്തിൽ തന്നെയാണ് അമൃതസിദ്ധി യോഗ എന്നുകൂടി പറയുന്നത്. അവിടെ എന്താ കാര്യം എന്ന് വെച്ചാൽ സർവത്ര സിദ്ധി യോഗയുടെ കൂടെ ആ സർവത്ര സിദ്ധി യോഗയുടെ ഫലങ്ങളുടെ കൂടെ കുറച്ച് കൂടുതൽ നല്ല ഫലങ്ങൾ തരുന്ന ഒരു സമയം എന്നുള്ള രീതിയിലാണ് അമൃതസിദ്ധി യോഗ എന്ന് പറയുന്നത്. അതായത് ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ വിജയകരമായും ഫലപ്രദമായും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് എന്നാണ് നമ്മൾ സർവത്ര സിദ്ധി യോഗേനെ വിശ്വസിക്കുന്നത്. അതേപോലെ തന്നെ അമൃതസിദ്ധി യോഗത്തിലും അതേപോലെ ഒരു ഇഫക്റ്റ് വരുന്നുണ്ട്. അമർത്യത കൈവരിക്കുന്നതിനുള്ളത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അത്രയും ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു സമയം എന്നാണ് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അമൃതസിദ്ധി യോഗയുടെ സമയക്രമം വരുന്നത് നമ്മുടെ ഓരോ സ്ഥലത്തിനനുസരിച്ച് മാറും. അപ്പോൾ നമ്മൾ കേരളത്തിൽ ഉള്ള രീതിയിലാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അത് ബാക്കി ഉള്ള സ്ഥലങ്ങളിൽ ഈ സമയത്ത് തന്നെ ആയിരിക്കില്ല. അങ്ങനെയുണ്ടെങ്കിൽ ആ മാറ്റം അറിയണമെങ്കിൽ ദൃക് പഞ്ചാംഗം എന്ന് അടിച്ചു നോക്കിയാൽ മതി. ദൃക് പഞ്ചാംഗം അടിച്ചു നോക്കിയിട്ട് സമയം അറിയാൻ പറ്റും. അമൃതസിദ്ധി യോഗത്തിൽ സർവസിദ്ധി യോഗത്തിലെ ഗുണഫലങ്ങൾക്ക് പുറമേ ആയിട്ട് പ്രണയവിവാഹം, വിദേശയാത്ര തുടങ്ങിയ കുറച്ചുകൂടി ഇഫക്ട്സ് കൂടുതൽ വരുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. സൃഷ്ടിപരമായ ജോലികൾക്കും ശുഭകരമായ സംരംഭങ്ങൾക്കും ഒക്കെ ഒരു നല്ല ഫലം നൽകുന്ന ഒരു സമയമാണ് എന്നാണ് അമൃത സിദ്ധി യോഗത്തിന് പറയുന്നത്. സൃഷ്ടിപരമായ ജോലികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികളുടെ രീതിയിലുള്ള
കുഞ്ഞുങ്ങളുടെ ജനനം അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ നമുക്കതിനെ എടുക്കാൻ പറ്റും. ഒക്കെ എല്ലാത്തിനും പറ്റിയ ഒരു നല്ല സമയമായിട്ടാണ് പറയുന്നത്. അത് പുതിയൊരു സംരംഭത്തിലേക്കുള്ള തുടക്കമായാലും അതും സൃഷ്ടിയാണ്. അല്ലെങ്കിൽ നമ്മളൊരു പദ്ധതി തുടക്കമിടാൻ ആലോചിക്കുന്നത് തന്നെ നമ്മുടെ മനസ്സിൽ ആ പദ്ധതിയുടെ സൃഷ്ടിയാണ്. ഏത് രീതിയിലാണെങ്കിലും അതിനൊക്കെ പറ്റിയ ഒരു സമയമാണ് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് പഞ്ചമി തിഥിയുടെ കാര്യം പറയാം. അപ്പോൾ ഈ 2 യോഗങ്ങൾ വരുന്ന പഞ്ചമി തിഥിയിലുള്ള ഈ 2 യോഗങ്ങളും കൂടി വരുന്ന സമയത്ത് തന്നെയാണ് നമുക്ക് പൂജ ചെയ്യാൻ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ 2 യോഗത്തിൻ്റെ കാര്യം പറഞ്ഞത്. സർവസിദ്ധി യോഗമുണ്ട്, അമൃതസിദ്ധി യോഗമുണ്ട്. അത് രാത്രിയാണ് വരുന്നത്. ഈ 2 യോഗ സമയത്ത് തന്നെയാണ് നമ്മുടെ വാരാഹി ദേവിയുടെ പൂജ അല്ലെങ്കിൽ പഞ്ചമി തിഥിയിൽ ദേവി പൂജ ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത്. പഞ്ചമി ദിവസം ഇനിയിപ്പോൾ വാരാഹി ദേവിയെ വീട്ടിൽ പൂജിക്കുന്നതിന് പേടിയുള്ളവർ അതിപ്പോൾ ദേവിയെ പൂജിക്കുക എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മതി. ദേവിയുടെ വിവിധ ഭാവങ്ങളാണ് അല്ലെങ്കിൽ ദേവിയുടെ സേനയിലെ അംഗങ്ങളാണ്. അപ്പോൾ ആ രീതിയിൽ ദേവിയുടെ വിവിധ ഭാവങ്ങളാണ് എന്ന് ആലോചിച്ചിട്ട് നമുക്ക് ഭഗവതിയെ അല്ലെങ്കിൽ ദേവിയെ തന്നെ പൂജിക്കാം. ഇപ്പം തമിഴ്നാട്ടിലൊക്കെ നമുക്ക് വാരാഹി അമ്മൻ പൂജ എന്ന് പറഞ്ഞിട്ട് അമ്പലങ്ങളുണ്ട് അവിടെയൊക്കെ കൂടുതൽ, നമ്മുടെ ഇവിടത്തേക്കാളും കൂടുതലുണ്ട്. പിന്നെ വീടുകളിൽ വാരാഹി അമ്മൻ പൂജ നടത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ വാരാഹി അമ്മൻ എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ പറയുന്ന പേരാണ്. നമ്മൾ വാരാഹി ദേവി പറയും, ദേവിയുടെ അമ്മയുടെ വാരാഹി അമ്മ എന്ന് പറയും. ദേവിയുടെ പൂജ വീട്ടിൽ നടത്തുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ പറയുന്നത് അതിനൊരു വ്യത്യസ്തമായ സ്ഥലത്ത് നടത്തുകയാണ് നല്ലത് എന്നാണ് പറയുക. പിന്നെ എപ്പോഴും നടത്തുമ്പോൾ എപ്പോഴും അതേ സ്ഥലത്ത് തന്നെ പൂജ ചെയ്യുക എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ സാധാരണ നമ്മൾ വിളക്ക് കൊളുത്തുന്ന സ്ഥലത്തല്ലാതെ പൂജാമുറിയിൽ അവിടെ തന്നെ ചെയ്യാൻ പറ്റും. ഓഫീസ് റൂമിലോ അങ്ങനെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വിളക്ക് കൊളുത്തുക എന്നുള്ളതാണ് മെയിൻ പറയുന്നത്. ആ വിളക്ക് കൊളുത്തുന്നത് സാധാരണ നിലവിളക്ക് കൊളുത്തി വയ്ക്കുന്ന സ്ഥലമോ അല്ലെങ്കിൽ സാധാരണ നമ്മൾ കിടാവിളക്ക് കൊളുത്തി വയ്ക്കുന്ന സ്ഥലമോ അല്ലാതെ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. കുറച്ച് മാറിയിട്ട് വേറൊരു സ്ഥലത്ത് ഇപ്പോൾ സാധാരണ വയ്ക്കുന്ന സ്ഥലത്ത് ദേവിക്ക് വയ്ക്കരുത് എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പം വീട്ടിൽ ദേവിയുടെ പൂജ ചെയ്യുകയാണെങ്കിൽ സാധാരണ ചെയ്യുന്ന പൂജാ സ്ഥലത്തു നിന്ന് അല്ലെങ്കിൽ വിളക്ക് വയ്ക്കുന്ന സ്ഥലത്തു നിന്ന് കുറച്ചൊരു വ്യത്യസ്തമായ സ്ഥലം തിരഞ്ഞെടുക്കണം എന്നാണ് ആദ്യത്തെ പറയാനുള്ളത്. പിന്നെ ആ തിരഞ്ഞെടുത്ത സ്ഥലത്ത് തന്നെ ആയിരിക്കണം പിന്നെ നമ്മൾ എപ്പോൾ ദേവിക്ക് പൂജ ചെയ്യുകയാണെങ്കിലും ചെയ്യേണ്ടത്. ദേവിക്ക് വേണമെങ്കിൽ എന്നും വിളക്ക് വയ്ക്കാം, അല്ലെങ്കിൽ പഞ്ചമി തിഥികളിൽ മാത്രം റിപ്പീറ്റായിട്ട് നമുക്ക് വിളക്ക് വയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ വിളക്ക് അവിടെ എടുത്ത് വെച്ചതിന് ശേഷം അതേ സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് വേണം അടുത്ത തവണ വിളക്ക് കൊളുത്താനെന്നാണ് പറഞ്ഞത്. അതായത് ആദ്യം ദിവസം മുതൽ നമ്മൾ ഇത്ര ദിവസം ചെയ്യാം എന്നൊക്കെ നേർന്നിട്ടൊക്കെ ഉണ്ടെങ്കിൽ 21 ദിവസം 48 ദിവസം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എടുക്കും. അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഇപ്പം നമുക്ക് ഈ പഞ്ചമി തിഥിയിൽ ചെയ്യുകയാണെങ്കിൽ പറയുന്നത് 5 പഞ്ചമി എന്നാണ്. അങ്ങനെ രീതിയിലൊക്കെ എടുക്കുകയാണെങ്കിൽ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ ആദ്യ ദിവസം എവിടെയാണോ പൂജ ചെയ്തത് അതേ സ്ഥലത്ത് ഒരേ സമയത്ത് തന്നെ കഴിയണതും ചെയ്യാൻ നോക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പൂജ തുടങ്ങാൻ ഏറ്റവും നല്ലൊരു ദിവസമാണ് നാളെ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ രാത്രി പൂജയാണ് സാധാരണ പറയുന്നത്. അപ്പോൾ ദേവിയുടെ പൂജ നാളെ തുടങ്ങി വയ്ക്കാൻ നമുക്ക് നല്ല ദിവസമാണ്. പഞ്ചമിയാണ്. പിന്നെ ജ്യോതിഷപരമായ യോഗങ്ങളും ഒക്കെ നോക്കുമ്പോൾ നല്ലൊരു മുഹൂർത്തം, ശുഭമുഹൂർത്തമാണ് നാളെ ദേവിയുടെ പൂജ തുടങ്ങാൻ എന്നാണ് പറഞ്ഞത്. പിന്നെ അതേ സമയത്ത് അതേ സ്ഥലത്ത് പൂജ പതിവായിട്ട് തടസ്സമില്ലാതെ നടത്തുക. എന്നും വയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ പഞ്ചമി തിഥികളിൽ മാത്രം ചെയ്യാം. പിന്നെ പറയുന്നത് ഒന്നില്ലെങ്കിൽ കിഴക്കോട്ട് നിന്നും തിരിഞ്ഞ് നിന്നിട്ട് കിഴക്ക് ഭാഗത്തേക്ക് വിളക്ക് വയ്ക്കുക എന്നുള്ള രീതിയിലാണ്. അല്ലെങ്കിൽ അത് നമുക്ക് എല്ലാ ഈശ്വരന്മാർക്കും എന്നുള്ള രീതിയിൽ നമ്മൾ കിഴക്കോട്ട് വയ്ക്കുന്നതാണ്. അല്ലാതെ ദേവിക്ക് പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ വടക്ക് ദിശയാണ് പറയുന്നത്. വടക്ക് ദിശയിൽ ദേവിയുടെ ചിത്രം വെച്ചതിന് ശേഷം നമ്മൾ വടക്കോട്ട് തിരിഞ്ഞ് നിന്നിട്ടാണ് വിളക്ക് കൊളുത്തേണ്ടത് എന്നാണ് പറഞ്ഞത്.
പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, എപ്പോഴും വാരാഹി ദേവിക്ക് പഞ്ചമി തിഥികളിൽ പൂജ ചെയ്യുമ്പോൾ നമുക്ക് മഹാഗണപതിയുടെ ഒരു പ്രതിമയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോയോ എന്തെങ്കിലും ദേവിക്ക് അഭിമുഖമായിട്ട് വെക്കണം എന്നാണ് പറയുക. അത് എപ്പോഴും ഭഗവാന് ചെയ്ത് കഴിഞ്ഞിട്ടേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ദേവിക്ക് പൂജ ചെയ്യുമ്പോൾ, ദേവിക്ക് വിളക്ക് വെക്കുന്നുണ്ടെങ്കിൽ ദേവിയുടെ വിളക്ക് വെക്കുന്നതിന് ഓപ്പോസിറ്റായിട്ട്, അപ്പോൾ നമ്മൾ വടക്ക് ഭാഗത്ത് ദേവിയുടെ ഫോട്ടോ വെക്കുന്നുണ്ടെങ്കിൽ അതിന് അഭിമുഖമായിട്ട് ഗണേശൻ്റെ ചിത്രം, ഭഗവാൻ ഗണപതിയുടെ ഒരു ചിത്രമോ അല്ലെങ്കിൽ ഒരു കുട്ടി പ്രതിമയോ എന്തെങ്കിലും വെക്കണം എന്നാണ് പറയുക. പിന്നെ വ്രതം അനുഷ്ഠിച്ചിട്ട്, ആചാരങ്ങളൊക്കെ അനുഷ്ഠിച്ചിട്ട് ദേവിയെ തൃപ്തിപ്പെടുത്തുന്നതും നല്ലതാണ്. ഇനി വിളക്ക് വെക്കണില്ലെങ്കിൽ, വീട്ടിൽ വിളക്ക് വെക്കണില്ലെങ്കിൽ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് ദേവിയുടെ മന്ത്രം ചൊല്ലുക. മന്ത്രം ചൊല്ലേണ്ടത് നാളത്തെ പഞ്ചമി തിഥികളിൽ നമ്മൾ ചൊല്ലേണ്ടത് എന്ന് പറയുന്നത് ഓം ശ്രീ മാത്രേ നമ എന്നാണ് ചൊല്ലേണ്ടത്. 8 തവണയാണ് ചൊല്ലേണ്ടത്. ബാക്കി ദേവിയുടെ മന്ത്രങ്ങൾ നമ്മൾ സാധാരണ, ഇത് ദുർഗാദേവിയുടെ മന്ത്രം തന്നെയാണ്, അതുകൊണ്ടാണ് 108 തവണ എന്ന് പറയാൻ കാരണം. പഞ്ചമി തിഥികളിൽ മാത്രം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ബാക്കി നമ്മൾ വാരാഹി ദേവിയുടെ മാത്രമായിട്ടുള്ള നാമങ്ങൾ ചൊല്ലുമ്പോൾ ഇതുപോലെ ഇപ്പം നമ്മൾ ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് എന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പോൾ അതേപോലെ ശരിക്ക് നമ്മൾ ഇന്നിപ്പോൾ 3 തവണയാണ് നാമം ചൊല്ലണമെങ്കിൽ അടുത്ത തവണയും നമ്മൾ 3 തവണ ചൊല്ലുക എന്ന് വെച്ചാൽ അതിൽ കുറഞ്ഞു പോവരുത് എന്നുള്ളൊരു രീതിയിലാണ് പറയുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതൽ ഇങ്ങനെ ചൊല്ലി നമുക്ക് നമ്മുടെ എപ്പോഴും പൂജകളൊക്കെ ചെയ്യണത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ കർമ്മങ്ങൾ ഫലപ്രദമായിട്ടിരിക്കാനാണ്. അപ്പോൾ കർമ്മങ്ങൾ ഫലപ്രദമായിട്ടിരിക്കണമെങ്കിൽ നമുക്ക് ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവുന്നത് നമ്മുടെ കർമ്മങ്ങൾ കറക്റ്റാക്കി, ഈ ജന്മത്തിൽ ഈശ്വരൻ നമുക്കൊരു ജന്മം തന്നു, ആ ജന്മത്തിലുള്ള കർമ്മങ്ങളിൽ വിഘ്നങ്ങളൊന്നും വരാതെ നന്നായിട്ട് നടക്കാൻ, നല്ല പോസിറ്റീവ് രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട്, പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ ജപവും ധ്യാനവും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ധ്യാനത്തിനും പൂജയ്ക്കും മാത്രമായിട്ട് നമുക്ക് സമയം കളയാനും പറ്റില്ല, കർമ്മം ചെയ്യാൻ വേണം, അത് രണ്ടും ഉണ്ട്. അപ്പോൾ കർമ്മം എൻ്റെ കർമ്മങ്ങൾ നേരെ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം ഇരുന്നിട്ട് കാര്യമില്ലല്ലോ, കർമ്മം ചെയ്യണ്ടേ. അപ്പോൾ അതുകൊണ്ട് കർമ്മം ചെയ്യാനുള്ള സമയം നമുക്ക് ഉണ്ടാവണം. അപ്പോൾ അത് ഓർത്തിട്ട് പ്രാർത്ഥനകൾ ചെയ്യുക. അപ്പോൾ കുറഞ്ഞ നമ്പറുകളിൽ എന്നും ചെയ്യുക, അതാണ് നല്ലത് എന്നാണ് പറയുന്നത്. പിന്നെ ചില മന്ത്രങ്ങൾ നമ്മൾ വിശേഷാൽ സമയത്ത് പറയും, ഇത്ര തവണ കഴിക്കണം, ഇത്ര 108 തവണ ആവർത്തിച്ച് ചൊല്ലുന്നത് നല്ലതാണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അതുപോലെ ചെയ്യാൻ പറ്റും. അല്ലാതെ എന്നും സന്ധ്യാനാമം ചൊല്ലുന്നവർക്ക് ഇപ്പം പ്രത്യേക വഴിപാടുകളുടെ കാര്യമല്ലേ ഇതൊക്കെ പറയുന്നത്. പിന്നെ വേറൊരു കാര്യം, എന്തോ ചെയ്താലും ഭഗവാൻ നമ്മളോട് കോപിക്കുമെന്ന് പറഞ്ഞിട്ട് ജീവിക്കണതിൽ അർത്ഥമില്ല. അത് ഭഗവാൻ എപ്പോഴും നമ്മൾ വിളിക്കുമ്പോൾ എന്തായാലും കൂടെ ഉണ്ടാവും, സംരക്ഷണത്തിനായിട്ട് തന്നെ കൂടെ ഉണ്ടാവും എന്ന് വിശ്വസിച്ചിട്ട് ചെയ്യുകയാണ് നല്ലത്. ഒരിക്കലും ഈശ്വരന്മാരെ പേടിച്ചിട്ട് പ്രാർത്ഥിക്കരുത്, അവരെ സ്നേഹിച്ചിട്ട്, അവർ നമ്മളെ നേർവഴിക്ക് നടത്തുമെന്ന് വിശ്വസിച്ചിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. ശുദ്ധി ചെയ്യുമ്പോൾ പുണ്യാഹമൊക്കെ തളിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നവർ വടക്കോട്ടോ അല്ലെങ്കിൽ പടിഞ്ഞാറോ ദിശയിലേക്ക് തിരിഞ്ഞു നിൽക്കണം എന്നാണ് പറയുക. പിന്നെ ദീപം കൊളുത്തിയിട്ട് ദേവിയുടെ പ്രാർത്ഥനകൾ ചൊല്ലുക. നൈവേദ്യമായിട്ട് പറയുന്നത് പഴങ്ങൾ സമർപ്പിക്കാം, മധുരപലഹാരങ്ങൾ സമർപ്പിക്കാം. അതേപോലെ തന്നെ കിഴങ്ങ് വർഗ്ഗങ്ങളാണ് ദേവിക്ക് പറയുന്നത്. അതിൽ പഴങ്ങളിൽ പ്രത്യേകിച്ച് മാതള നാരങ്ങ, പൈനാപ്പിൾ ഒക്കെയാണ് പറയുന്നത്. പിന്നെ കിഴങ്ങ് വർഗ്ഗങ്ങളിൽ മധുരക്കിഴങ്ങ്, മരച്ചീനിയാണ് പറയുന്നത്. പിന്നെ നമുക്ക് ധാന്യങ്ങൾ, പരിപ്പ് ഒക്കെ ദേവിക്ക് സമർപ്പിക്കുന്നത് നല്ലതാണ്. പിന്നെ കരിമ്പ്, തൈര്, പാല്, തേന്, പിന്നെ തുളസി, അതേപോലെ തന്നെ കൂവളത്തിൻ്റെ ഇലകൾ, ശൈവാംശം കൂടി ഉള്ളതുകൊണ്ട് കൂവളത്തിൻ്റെ ഇലകളും ദേവിക്ക് പ്രിയപ്പെട്ടതാണ്. അതേപോലെ തന്നെ
ചുവപ്പ്, നീല, വെള്ള നിറങ്ങളിലുള്ള പൂക്കളുകൾ. അതിൽ ചുവപ്പിനാണ് ഏറ്റവും പ്രാധാന്യം. പിന്നെ നീലയും വെള്ളയും പൂക്കളുകളും ദേവിക്ക് ഇഷ്ടമാണ്. പിന്നെ ദേവിയുടെ മന്ത്രം എന്ന് പറയുന്നത്, ദേവിയുടെ ഗായത്രി മന്ത്രം എന്ന് പറയുന്നത് ഓം വാരാഹ്യേ വിദ്മഹേ രത്നേശ്വരായ ധീമഹി തന്നോ നിത്യ പ്രചോദയാത്. ഒന്നുകൂടി പറയാം. വാരാഹി ദേവി ഗായത്രി മന്ത്രം എന്ന് പറയുന്നത്, വാരാഹി ദേവിയുടെ ഗായത്രി മന്ത്രം എന്ന് പറയുന്നത് ഓം വാരാഹ്യേ വിദ്മഹേ രത്നേശ്വരായേ ധീമഹി തന്നോ നിത്യ പ്രചോദയാത്. ഇതാണ് ഗായത്രി മന്ത്രം. നെയ്യ് അല്ലെങ്കിൽ നല്ലെണ്ണ, അതായത് എള്ളെണ്ണ, ആട്ടിയെടുത്ത എള്ളെണ്ണയാണ് പറയുന്നത്, അല്ലെങ്കിൽ നെയ്യ്. ഇത് രണ്ടും ഏതെങ്കിലും ഒന്നാണ് വിളക്ക് കൊളുത്താനായിട്ട് എടുക്കേണ്ടത്. ഇനി ദേവിയുടെ പൂജ ചെയ്യുന്നതുകൊണ്ടുള്ള പ്രത്യേക ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വരാനിരിക്കുന്ന അപകടങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിഞ്ഞു മാറിപ്പോകുന്നതിനും, അല്ലെങ്കിൽ വരികയാണെങ്കിൽ തന്നെ അതിൻ്റെ തീഷ്ണത കുറയാൻ വേണ്ടിയിട്ടും, പിന്നെ ദുഷ്ടദൃഷ്ടി അല്ലെങ്കിൽ നെഗറ്റീവ് ഊർജങ്ങളുടെ എന്താ പറയുക, ഒരു പിടിയിലകപ്പെടുക എന്നൊക്കെ പറയില്ലേ, ആ രീതിയിൽ നിന്നൊക്കെ നമുക്കൊന്ന് രക്ഷ നേടാൻ ദേവിയുടെ പൂജ ചെയ്യണത് നല്ലതാണ് എന്നാണ് പറയുക. അതേപോലെ പൂർണ്ണ ഭക്തിയോടെ എപ്പോഴും വിശ്വാസത്തോടെയാണ് ചെയ്യേണ്ടത്. അത് ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് വിജയവും സമൃദ്ധിയും ലഭിക്കും തന്നെയാണ് പറയുന്നത്. പിന്നെ നമുക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാവും. എപ്പോഴും നമുക്ക് കൂടെ ആളുണ്ട് എന്നുള്ളൊരു എന്താ പറയുക, വിശ്വാസത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതായത് ഒരു ഇച്ഛാശക്തി നമ്മളിൽ വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ലതാണ് എന്നാണ് പറയുന്നത്. നമ്മുടെ മനസ്സിനെയൊക്കെ ശുദ്ധീകരിച്ചിട്ട് നമ്മുടെ ഇച്ഛാശക്തി കൂട്ടിയിട്ട് നമുക്ക് ജീവിക്കാനുള്ള ഒരു ത്വര, നന്നായിട്ട് ജീവിക്കാനുള്ള ത്വര ഈശ്വരി ദേവി നമുക്ക് നൽകും എന്നാണ് പറയുന്നത്. പിന്നെ അതേപോലെ ദേവിയുടെ പൂജ എന്ന് പറയുന്നത് സാമ്പത്തിക സ്ഥിതി മോശമായിട്ടിരിക്കുന്നവർക്ക് ഉന്നമനത്തിന് നല്ലതാണ് എന്നാണ് പറയുന്നത്. കടപ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇത്ര പൂജ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞൊന്ന് ചെയ്തു നോക്കൂ. എന്തായാലും അതിന് മെച്ചം തന്നെ ഉണ്ടാവുള്ളൂ. അത് ചെയ്തു നോക്കൂ. ആത്മവിശ്വാസത്തോടെ അത് ചെയ്യാം. വിശ്വാസത്തോടെ, ആത്മവിശ്വാസത്തോടെ, ദേവിയോടുള്ള സ്നേഹത്തോടെ, നമ്മളോട് തന്നെയുള്ള സ്നേഹത്തോടെയാണ് അത് ചെയ്ത് നോക്കേണ്ടത്. വിജയം ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ എപ്പോഴും ദേവിയുടെ പൂജ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സൊന്ന് എന്താണ് ശാന്തമായിരിക്കണം എന്നാണ് പറയുക. നമ്മൾ രാത്രിയിലാണ് പൂജ ചെയ്യുന്നത്. 8:56 മുതലാണ് പൂജ. അപ്പം അതിനു മുമ്പ് മനസ്സ് ഒന്ന് ശാന്തമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രാണായാമം ചെയ്യുക. കുറച്ച് തവണ 3 തവണയെങ്കിലും പ്രാണായാമം ചെയ്യുക എന്നാണ് പറയുന്നത്, കുറഞ്ഞത്. അതിനുശേഷം ദേവിയുടെ പൂജയുടെ മുമ്പ് ഗണപതി പൂജ ചെയ്യണം. ഗണപതി പൂജയ്ക്ക് ചെയ്തിട്ടാണ് വാരാഹി പൂജ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.